സ്പ്രെഡ് ചെയ്യുന്ന പേജുകളെ കുറിച്ച് ബ്രോയുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായം. അല്ല, ഇതൊരു അവയർനെസ്സും കൂടെ ഈ സിനിമ കൊണ്ട് അതിൻ്റെ പുറകെ പോവുകയും അതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ഇവർ ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു ഇൻബോക്സിൽ വരാൻ പറഞ്ഞു. എനിക്ക് ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? ഇതിന്റെ മെമ്പർ ആവാൻ എന്തെങ്കിലും ടെസ്റ്റോ ക്വാളിഫിക്കേഷൻ അറിയില്ല. അപ്രൂവലൊക്കെ വേണ്ട, ഇതുപോലത്തെ സാധനമൊക്കെ അപ്രൂവ് ചെയ്തോ എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരിപ്പോ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലം. ഫേസ്ബുക്ക് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലേ? ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൈലബിൾ ആണ്, 10,000 രൂപ, അതിൽ 5,000 രൂപ എപ്പോൾ അഡ്വാൻസ് ചെയ്യണം? അല്ലല്ല, 5,000 രൂപ നേരിട്ടാണെങ്കിൽ ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഹോട്ടൽ പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും 5,000 രൂപ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബിസിനസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും കാര്യമൊന്നും നടക്കാതായപ്പോഴേക്കും പിന്നെ മമ്മക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആളാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായത് അല്ലേ? അതിന്റെ വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ട് മുഖത്ത്. 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പറയാൻ കുറച്ച് അടിയുണ്ടാവുന്നു. അല്ല, ഇതിപ്പോ ഇതൊക്കെ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പം ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖം. അതായത് ഇപ്പൊ റീസെന്റ് നീം ചേട്ടനെ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പറഞ്ഞാല് ആ സ്ത്രീയെ, ആ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസും വരുന്നില്ല, അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണിത് എന്നുള്ളതാണ്. അല്ല, ആ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് അതിനെ കുറിച്ച് യാതൊരു വ്യക്തമല്ല. കാരണം നീ ചേട്ടനെതിരെ കേസ് വന്നപ്പോ ന്യൂസ് വാല്യൂ ഭയങ്കര ഹൈ ആയിരുന്നു, നാഷണൽ ലെവലിൽ ന്യൂസ് ചർച്ചയാക്കിക്കൂടെ? അത് നിങ്ങളൊക്കെ മീഡിയയിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും അല്ലേ? ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ചേട്ടൻ അവർക്കെതിരെ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെ ഇപ്പൊ ഒഫീഷ്യലായിട്ട് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ആ സ്ത്രീയെ പറ്റി യാതൊരു ന്യൂസ് വാല്യൂ ഇപ്പൊ ചർച്ചയിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പലരും എന്തായാലും അത് എന്റെ ഇപ്പൊ നിവിന്റെ ഇതായത് തന്നെ കുറച്ച് സമയം എടുത്തല്ലോ, ഗ്യാപ്പ് വന്നല്ലോ. അതിനുശേഷം ഇപ്പം ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ? എനിക്ക് തോന്നുന്നു അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ ഒരു ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള ലിറ്റിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ചേട്ടന്റെ അടുത്ത സുഹൃത്ത് നിലയിലാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ വീണ്ടും റിപ്പീറ്റ് ആയി വരാനുള്ള സാധ്യത ഇങ്ങനത്തെ. അല്ല, അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം. പുള്ളി നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു പ്രസിഡന്റ് വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ പടത്തിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത് ജാൻ ചേട്ടനാണ്. അടുത്തായിട്ട് ആക്ഷൻ ഓറിയന്റഡ് ഫിലിമാണ് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിലവിലുള്ള? അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്, അത് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങേണ്ടതായിരുന്നു. അത് ജോർജിയയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് പേർക്കത് വിസ പ്രശ്നം, പ്രോസസ്സും പരിപാടിയൊക്കെ അത് ഷൂട്ട് തുടങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിപ്പം മാർച്ചിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തു. പ്രണവേട്ടനാണോ സ്റ്റാറായിട്ട് വരുന്നത്? അല്ലല്ല, പ്രണവല്ല. ഏതാ? പ്രണവല്ല,
അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യല്ലോ. അപ്പൊ പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ധ്യാൻ ചേട്ടൻ ഉണ്ടാവാൻ അത് ഞാനോ? ഞാനല്ല. ധ്യാൻ ചേട്ടൻ ഉണ്ടാവോ ഇതില്? ഏതാ ധ്യാൻ ചേട്ടൻ ക്യാമറയായിട്ട് ഉണ്ടാവോ ചോദിക്കുക. ഇല്ല ഞാനില്ല. ഞാൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല ഞാനില്ല. ഓക്കെ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇന്റർവ്യൂസ് ഇനി ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് വിൽ വൈൻഡ് അപ്പ്. അല്ല ധ്യാൻ ചേട്ടൻ്റെ